സാധാരണക്കാരുടെ പാവപ്പെട്ട തൊഴിലാളികളുടെ നട്ടലൊടിക്കുന്ന വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിൽ ഇടതുപക്ഷ സർക്കാർ പരാജയപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഭാരതീയ മസ്ദൂർ സംഘം സംസ്ഥാന വ്യാപകമായിട്ട് ഇന്ന് പൊതുപണിമുടക്കും ഹർത്താൽ ആചരിക്കുന്നത്. നമുക്കറിയാം, 3 മാസം മുന്നേ ഉണ്ടായിരുന്ന പഞ്ചസാരയുടെ ഇന്ന് 40 രൂപയിൽ എത്തിപ്പെട്ടിരിക്കുകയാണ്. പച്ചക്കറിയുടെ വില 20 രൂപയുണ്ടായ പച്ചക്കറിയെല്ലാം ഇന്ന് 40 രൂപയിൽ 45 എത്തിപ്പെട്ടിരിക്കുകയാണ്. ഇത്തരത്തില് സാധാരണക്കാരുടെ തട്ടലൊടിക്കുന്ന വിലക്കയറ്റം പൊതുജനത്തെ മാത്രമല്ല എല്ലാ വിഭാഗ ജനങ്ങളെയും ബാധിച്ചിരിക്കുകയാണ്. കർണാടകത്തിലെ തമിഴ്നാട്ടിലുമാണെങ്കിൽ അതാത് സർക്കാർ ഭരിക്കുന്ന സർക്കാർ പൊതുജനങ്ങൾക്ക് ന്യായവിലയ്ക്ക് ആവശ്യ സാധനങ്ങൾ വിൽക്കുന്നതിന് വേണ്ടിയിട്ട് കോടികൾ സപ്ലൈക്കും പൊതുമേഖലയ്ക്കും വേണ്ടിയിട്ട് കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ കേരള സർക്കാർ സപ്ലൈക്ക് മാത്രം 400 കോടി രൂപ കൊടുക്കാനുണ്ട്. അതുകൊണ്ട് അവിടെ ചെല്ലുന്ന ജനങ്ങൾക്ക് കൃത്യമായൊരു സാധനങ്ങൾ ലഭിക്കുന്നില്ല. പൊതുവിതരണ സ്ഥാപനങ്ങൾ മുതൽ വില കുറച്ച് കൊടുക്കുമെന്ന് മന്ത്രി പറയുന്നുണ്ടെങ്കിലും കൂടി ജനങ്ങൾ ആവശ്യ സാധനങ്ങൾ മേടിക്കാൻ പോകുന്ന സമയത്ത് അവിടെ കിട്ടുന്ന അവസ്ഥയല്ല. അനിയന്ത്രിതമായ വിലക്കയറ്റം അടുത്ത കാലത്ത് ഒരു സർക്കാർ ഭരിക്കുന്ന കാലത്ത് സമയത്തുണ്ടായിട്ടില്ല. ഈ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വേതന വ്യവസ്ഥകൾ നിജപ്പെടുത്തുന്നത് വർഷത്തിലൊരിക്കലോ 2 വർഷം കൂടുമ്പോഴോ ഒരു തവണയായിരിക്കും. ഇങ്ങനെ ഒരു വർഷത്തിൽ നിജപ്പെടുത്തുന്ന നിത്യവരുമാനക്കാരനായ തൊഴിലാളിക്ക് അവന് കിട്ടുന്ന വേതനം കൊണ്ട് അവന്റെ കുടുംബം പോറ്റാൻ പറ്റാത്ത ഒരവസ്ഥ കേരളത്തിൽ സംജാതമായിരിക്കുക.